രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് കുറയുകയാണ്. അതായത് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എണ്ണുന്നത് UDF കേന്ദ്രങ്ങളിലാണ്. അതായത് പക്ഷേ പത്തനംതിട്ടയിലെ ആന്റോ ആന്റണിയുടെ ലീഡ് 25,000 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 26,048 വോട്ടിന്റെ ലീഡ് ഇപ്പോൾ ആന്റോ ആന്റണിക്കുണ്ട്. മാവേലിക്കരയിലെ 7 റൗണ്ടുകൾ ഔദ്യോഗികമായി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ കൊടിക്കുന്നിലിന്റെ ലീഡ് 9,103 ആയിരിക്കുന്നു. ഒരു ദേശീയ വാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കാം. ഇന്ത്യ സഖ്യത്തിലെ എല്ലാ നേതാക്കളും ദില്ലിയിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നടക്കാൻ പോകുന്നത് ഇന്ദ്രപ്രസ്ഥത്തിൽ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ. JDU ഒപ്പം നിൽക്കുമോ, TDP ഒപ്പം നിൽക്കുമോ, നിന്നാൽ മോദി പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. നിലവിലെ കണക്ക് പ്രകാരം കഷ്ടിച്ച് 275ലേക്ക് NDA എത്തുന്നു, 244ലേക്ക് BJP എത്തുന്നു, 249ലേക്ക് ഇന്ത്യ മുന്നണി എത്തുന്നു. വടകരയിലെ ഷാഫിയുടെ ലീഡ് ഉയരുകയാണ്. 55,367 വോട്ടുകൾക്ക് ഷാഫി മുന്നിലാണ്. കോഴിക്കോട് MK രാഘവൻ 1,36,827 വോട്ടുകൾക്ക് മുന്നിലാണ്. രാഹുലിന്റെ വയനാട്ടിലെ ലീഡ് 2 ലക്ഷം കടന്നിരിക്കുന്നു. സമദാനിയുടെ ലീഡ് 1,22,679 ഉയർന്നിരിക്കുന്നു. ആലത്തൂരിൽ LDFന്റെ ലീഡ് 15,936. ഈ ഒന്ന് ആദ്യം കാണുമ്പോൾ നമ്മൾ 1 ലക്ഷം വായിച്ചു പോകും UDFന്റെ ഒരു രീതിയിൽ. പക്ഷെ വെറും 15,928 അല്ല, ETയുടെ ലീഡ് 1,61,578 എന്നുള്ളതാണ്. എറണാകുളത്ത് ഉള്ള വോട്ടുകൾ മുഴുവൻ ഹൈവേ ഇടം കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് MK രാഘവൻ 1,36,000, അതായത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് MK രാഘവൻ. വടകരയിൽ ഷാഫി പറമ്പിൽ മതേതര വോട്ടുകൾ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഏറ്റവും പ്രധാനം. അദ്ദേഹത്തെ ഒരു മുസ്ലിം കാൻഡിഡേറ്റായി വർഗീയ പരാമർശങ്ങൾ നടത്തി അരിക്കാക്കാൻ നോക്കിയപ്പോൾ 55,367 വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ മധുര പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുന്നു വടകരയിൽ. പത്തനംതിട്ടയിലെ ആന്റോ ആന്റണിയുടെ ലീഡ് 25,000 കടന്നിരിക്കുന്നു. 26,048 വോട്ടുകൾക്കാണ് ഇപ്പോൾ. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ഓടിപ്പിടിക്കുന്നു. ലീഡ് 757 വോട്ടുകൾ. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെ ലീഡ് 757. ആറ്റിങ്ങൽ അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിലാണ് പ്രേക്ഷകരെ ഇപ്പോൾ പോകുന്നത്. ആറ്റിങ്ങലിൽ ഇപ്പോൾ മത്സരിക്കുന്നത് ാണ് എങ്കിൽ തന്നെയും വി മുരളീധരൻ തൊട്ടു പിന്നിലുണ്ട് എന്നോർക്കണം. അതുകൊണ്ട് തന്നെ ഏത് ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിന്റെ ഫലം മാറിമറിയാം. എറണാകുളത്ത് ഏതാണ്ട് വിധി വരികയാണ്. 10ൽ 9 റൗണ്ടും പൂർത്തിയായിരിക്കുന്നു. 10ൽ 9 റൗണ്ടും പൂർത്തിയാകുമ്പോൾ പോകുന്നു. മാവേലിക്കരയിലെ കൊടിക്കുന്നിലിന്റെ ലീഡ് 10,458. മാന്യമായ ലീഡിലേക്ക് കൊടിക്കുന്നിൽ എത്തുകയാണ്. അതിനെ തിരിച്ചു പിടിക്കാൻ ഇനിയിപ്പോ അരുൺകുമാറിന് കഴിയുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. ഏതായാലും മാവേലിക്കരയിലായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ആറ്റിങ്ങലിലായിക്കൊള്ളട്ടെ അതിശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് സമ്മതിക്കാതെ വയ്യ. അതേസമയം ആലത്തൂരിൽ അല്പം മുന്നിൽ നിൽക്കുകയാണ് കെ രാധാകൃഷ്ണനിൽ മാത്രമായി ഒതുങ്ങുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാവേലിക്കരയിൽ ലീഡ് ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് 10,458 വോട്ടുകൾക്കാണ് ഇപ്പോൾ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് മുന്നിലെത്തി നിൽക്കുന്നത്. കൊടിക്കുന്നിലിൻ്റെ മുന്നേറ്റം പ്രധാനപ്പെട്ടതാണ്. കൊടിക്കുന്നിലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണെങ്കിൽ പ്രോട്ടേം സ്പീക്കർ ആകാനുള്ള സീനിയോറിറ്റി കൊടിക്കുന്നിൽ സുരേഷിനുണ്ട് എന്ന് നമ്മൾ കാണണം.